നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിൽ ഒരു കംപ്ലീറ്റ് ഓവർഹോളിന് സമയമായില്ലേ? ഒരു വലിയ അഴിച്ചുപണിക്ക് സമയമായില്ലേ എന്നതാണ് ചോദ്യം. കുറേ കാര്യങ്ങൾ ഇപ്പോൾ സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റാണ്. ക്രിക്കറ്റ് ന്യൂസുകൾ നൽകുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സാണ്. അപ്പോൾ അദ്ദേഹം അനലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുംബൈ ഇന്ത്യൻസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല. സിൻസ് ക്യാപ്റ്റൻസി ചേഞ്ച് ഓവർ. കോർ പ്ലെയേഴ്സ് നോട്ട് ഗെറ്റിംഗ് അലോങ് സിൻസ് ക്യാപ്റ്റൻസി ചേഞ്ച് ഓവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ടീമിൻ്റെ കോർ പ്ലെയേഴ്സ് അത് ആരൊക്കെയാണെന്ന് അറിയാലോ. അതെ, രോഹിത്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, ഇങ്ങനെയുള്ള കോർ പ്ലെയേഴ്സ് അത്ര ഗെറ്റിംഗ് അലോങ് അല്ല, നല്ല രൂപത്തിൽ ഒരുമിച്ച് അങ്ങ് പോകുന്നില്ല. എന്തിനു ശേഷം? ക്യാപ്റ്റൻസി ചേഞ്ച് ഓവറിന് ശേഷം രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയതിന് ശേഷമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ സീസൺ കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് അഴിച്ചുപണിയിലേക്ക് അവർ പോവേണ്ടതുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളൊന്ന് വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ഒന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഈ ടീം ആകെ വിജയിക്കുന്നത് 10 മത്സരങ്ങളിൽ നിന്ന് 3 കളികളാണ്. ചെറിയ ഫൈൻ ട്യൂണിങ് വോൺ ഹെൽപ്പ്, മൈന്യൂട്ട് ഫൈൻ ട്യൂണിങ് വോൺ ഹെൽപ്പ്. ഒരു കംപ്ലീറ്റ് ഓവർഹോൾ ഡ്രസ്സിംഗ് റൂമിൽ നടത്തേണ്ടതുണ്ട്. ഡ്രസ്സിംഗ് റൂം ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മയെ മാറ്റി ക്യാപ്റ്റനായ ശേഷം അത്ര വാമല്ല. അതാണ് യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ മാനേജ്മെൻറ്റ് തുടക്കത്തിൽ ക്യാപ്റ്റൻസി മാറ്റിയ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ റിസൾട്ട് വരാത്തത് കൊണ്ട് 2026 സീസണും ഇങ്ങനെ കടന്നു പോകുമ്പോൾ മാറ്റങ്ങളെക്കുറിച്ച് അവരും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. MI ശരിക്കും പറഞ്ഞാൽ BCCIയുടെ പുതിയ റീറ്റൻഷൻ പോളിസിയുടെ നല്ല ബെനിഫിറ്റ് നേടിയിട്ടുള്ളൊരു ടീമാണ്. എന്ന് പറഞ്ഞാൽ കോർ പ്ലെയേഴ്സിന് ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, തിലക് വർമ്മ, ഇങ്ങനെയുള്ള താരങ്ങൾ അവർ റീറ്റെയിൻ ചെയ്തു. ഇങ്ങനെ മാക്സിമം റീറ്റൻഷൻ സ്ലോട്ടുകൾ ഉപയോഗപ്പെടുത്തിയ മറ്റ് ടീമുകളും ഉണ്ടായിരുന്നെങ്കിലും ഓപ്ഷൻ ടേബിളിലേക്ക് വരുമ്പോൾ തങ്ങളുടെ പ്ലേയിങ് 11 പകുതിയും സെറ്റ് ചെയ്തു വന്ന ഒരു ടീം അത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നിരിക്കണം. കാരണം അത്രയും മികച്ച താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട്. എന്നുമാത്രമല്ല, ഈ താരങ്ങളിൽ ഒരു 4 പേരെങ്കിലും വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യൻ ടീമിനെ നയിച്ചവരുമാണ്. വാവ്, പേപ്പറിൽ നോക്കുമ്പോൾ വാവ് എന്ന് പറയും. പക്ഷേ കളിക്കളത്തിൽ ആ വാവ് നമ്മൾ അങ്ങനെ കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ആ ഒരു ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ സെറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ക്യാപ്റ്റൻസി ചേഞ്ചിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അങ്ങനെ തുടരുകയാണ്. റിസൾട്ട് മോശമായിട്ട് മാറുകയും ചെയ്യുന്നു. വിജയം മാത്രം നേടി കിരീടങ്ങൾ ഒരുപാട് ചൂടി നിന്നൊരു ടീമിന് അവരുടെ ട്രോഫി ക്യാബിനറ്റിലേക്ക് 6ാമത്തെ കിരീടം കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിട്ട് ഇനി ഭാവിയിലേക്ക് ഒരു ഫോർസീവബിൾ ഫ്യൂച്ചറിലേക്ക് അദ്ദേഹമായിരിക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനി പറയുന്ന ഭാഗം നോക്കണം. ടീമിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സീനിയർ പ്ലെയർ, അതാരാണെന്ന് പറയുന്നില്ല, ഹാസ് ബീൻ മാനേജിങ് ആൻ അൺഡിസ്ക്ലോസ്ഡ് ഇഞ്ചുറി ഫോർ എ കപ്പിൾ ഓഫ് സീസൺ. അതാരാന്ന് നിങ്ങളങ്ങ് ഊഹിച്ചോ. ഒരു സീനിയർ പ്ലെയർ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ പെടുന്നു. അതുപോലെ തന്നെ ചിലർ ഇതിനെ ടേക്ക് ഇറ്റ് ഈസി എന്ന രൂപത്തിൽ കാര്യങ്ങൾ കാണുന്നുണ്ട് ഈ കളിയെ. അപ്പം എന്ന് പറഞ്ഞാൽ നിയർലി ഒരു 1 മന്ത് ഒക്കെ കോമ്പറ്റേറ്റീവ് ക്രിക്കറ്റ് മിസ്സാവുന്നത് പോലും ആ രൂപത്തിൽ ടേക്ക് ഇറ്റ് ഈസി എന്ന രൂപത്തിലാണ് കാണുന്നതെങ്കിൽ പിന്നെ എന്ത് സീരിയസ്നെസ് ആണുള്ളത് എന്ന ചോദ്യമുണ്ട്. കോർ ഗ്രൂപ്പ് ഈസ് ഇൻ ഗെറ്റിംഗ് അലോങ്, അത് തീർച്ചയായിട്ടും ടീം എൻവയോൺമെൻറ്റിനെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുകൂടി അദ്ദേഹം നിരീക്ഷിച്ചു വെക്കുന്നു. ഓൺ പേപ്പർ നമ്മൾ നോക്കിയാൽ സൂപ്പർ സ്റ്റാർസ്, അതുപോലെ യൂട്ടിലിറ്റി പ്ലെയേഴ്സ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ MIയുടെ പ്ലേയിങ് 11 കളിക്കളത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ കോൺസ്റ്റൻറ്റ് ഇഞ്ചുറീസ്, ഇൻകൺസിസ്റ്റൻസി, കോർ ഗ്രൂപ്പിൻ്റെ ഇൻകൺസിസ്റ്റൻസി ശരിക്കും അവരെ ബാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ തിലക്
പലരും പറയുന്നു ഫ്രാഞ്ചൈസിയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റനായേക്കുമെന്നൊക്കെ. അദ്ദേഹത്തിന് കഴിഞ്ഞ 5 എഡിഷനുകളിൽ നിന്ന് ഒരേ ഒരു 400+ സീസണേ വന്നിട്ടുള്ളൂ. ഈ സീസണിൽ ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചു. പക്ഷേ മറ്റ് മികവും നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗുഡ് ഫ്രണ്ടായ T20 ഇന്ത്യൻ ടീമിൻ്റെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് 2025 മികച്ച കളി കളിച്ചു. ഇപ്പോൾ അദ്ദേഹം ശരിക്കും പൂവറായിട്ടുള്ള പെർഫോമൻസാണ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലും പൂവർ ഫോമാണ്. അത് അതേപോലെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 10 ഇന്നിങ്സുകൾ കളിച്ചിട്ട് 195 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത്. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് പലപ്പോഴും വരുന്നില്ല. ഹാർദിക് പാണ്ഡ്യ 8 ഇന്നിങ്സുകളിൽ നിന്ന് വന്നത് 146 റൺസാണ്. രോഹിത് ശർമ്മയുടെ കാര്യത്തിലോ അദ്ദേഹമാണ് അവരുടെ പ്രധാനപ്പെട്ട അറ്റാക്കിംഗ് ബാറ്ററായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നയാൾ. പക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ നിയർലി എ മന്ത് അദ്ദേഹം പുറത്തിരിക്കുന്ന കാഴ്ച കണ്ടു. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചു എന്നുള്ളത് ശരി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഇൻകൺസിസ്റ്റൻ്റ് ആണ്. 2013 എഡിഷൻ മുതൽ അദ്ദേഹത്തിന് ആകെ വന്നിട്ടുള്ളത് ഓൺലി 1 500+ റൺ സീസണാണ്. അപ്പോൾ അതുപോലും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പോലും എടുക്കുന്നു. MIയെ സംബന്ധിച്ചിടത്തോളം കഴിയാവുന്ന അത്ര അവരുടെ കോർ പ്ലേയേഴ്സിനെ നിലനിർത്തി അത് വെച്ച് മുന്നോട്ട് പോയി അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്, വിജയം നേടി അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ ആ ഒരു റിസൾട്ട് എന്തുകൊണ്ട് അവർക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിലും ഈ പ്രശ്നങ്ങൾ അതേപോലെ ഉണ്ട്. ട്രെൻറ്റ് ബോൾട്ടിനെ കൊണ്ടുവന്നു, ആ റിസൾട്ട് ഇപ്പം കിട്ടുന്നില്ല. ദീപക് ചാഹർ അദ്ദേഹം നേരത്തെ എങ്ങനെയായിരുന്നു അതിൻ്റെ 7 പറ്റുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഈവൻ ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഒരു മിസ്റ്ററി എന്ന പോലെ ഇല്ലാതെയാവുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഒരു ഓപ്ഷൻ്റെ സമയത്ത് ഫ്രാഞ്ചൈസി ഈ മിസ്റ്റേക്കുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഓവറോൾ സ്ക്വാഡിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സഹിൽ മൽഹോത്ര പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സംക്ഷിപ്ത രൂപത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് കോർ പ്ലെയേഴ്സ് നല്ല രൂപത്തിലല്ല. ദേ ആർ നോട്ട് ഗെറ്റിംഗ് അലോങ് സിൻസ് ക്യാപ്റ്റൻസി ചേഞ്ച് ഓവർ. രണ്ടാമത്തെ കാര്യം ഒരു സീനിയർ പ്ലെയർ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇഞ്ചുറി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ റീഹാബിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ ടേക്കിംഗ് ഇറ്റ് ഈസി എന്ന രൂപത്തിൽ അങ്ങ് കടന്നു പോകുന്നുമുണ്ട്. പിന്നെ സ്കൈയുടെയും തിലകിൻ്റെയും ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ടീമിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ അവർ പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്തു, പ്ലേയിങ് 11ൽ അവരെ ആ സ്ക്വാഡിൽ കളിപ്പിക്കുന്നുണ്ട്, ആ റീറ്റെയിൻ ചെയ്ത താരങ്ങളൊക്കെയും. എന്നിട്ടും അത്ര വലിയ റിസൾട്ട്, ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല. ഏതായാലും ഒരു കംപ്ലീറ്റ് ഓവർഹോൾ അവർക്ക് ആവശ്യമാണ് ആ ഗ്ലോറി ഡേയ്സിലേക്ക് മടങ്ങിയെത്താൻ. ഇതാണ് നിരീക്ഷണം. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ സീസണിൽ ഇനിയിപ്പോൾ മാത്തമാറ്റിക്കലി ചില സാധ്യതകൾ അവർ നിലനിർത്തുമ്പോഴും പ്രാഗ്മാറ്റിക്കലി നമ്മൾ ചിന്തിച്ചാൽ MI പുറത്തായി എന്ന് പറയേണ്ടി വരും. ഏതായാലും MI ടീമിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ആവശ്യം? നിങ്ങളുടെ കമൻറ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.